ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബന്ദിപ്പൂർ സഫാരി പാർക്കിനടുത്ത് ജസ്റ്റ് ഒരു 5 to 10 മിനിറ്റ്സിൽ റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റിസോർട്ടാണ്. റിസോർട്ടിൻ്റെ കൂടുതൽ വിവരങ്ങൾ പറയുന്നതിന് മുന്നേ ഫോറസ്റ്റിനകത്ത് സ്റ്റേ അന്വേഷിക്കണം നിങ്ങളൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ആ ഒരു ഫ്രണ്ടിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ പേര് വന്നിട്ട് കൺട്രി ക്ലബ് റിസോർട്ട് എന്നാണ്. ജസ്റ്റ് ഒരു 5 to 10 മിനിറ്റ്സിൽ നമുക്ക് ബന്ദിപ്പൂർ നാഷണൽ പാർക്കിൻ്റെ ഗേറ്റിൽ നിന്ന് റീച്ച് ചെയ്യാൻ പറ്റും. പക്ക ഫോറസ്റ്റിനകത്ത് കൂടി പോയിട്ടുള്ള ഒരു റിസോർട്ടാണ്. റിസോർട്ടിലേക്കുള്ള എൻട്രിയും കാര്യങ്ങളൊക്കെയാണിത്. നമ്മൾ റിസോർട്ടിനകത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ആംബിയൻസ് ആണ് ഈ ഒരു റിസോർട്ടിനകത്തുള്ളത്. പക്ക ഒരു ഫോറസ്റ്റിനകത്ത് സ്റ്റേ ചെയ്യണ ഒരു ഫീലുള്ളൊരു റിസോർട്ടാണ്. ജസ്റ്റ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മാനുകളെ കാണാൻ പറ്റും. ഫുൾ ടൈം ഈ ഒരു പ്രോപ്പർട്ടിക്ക് അകത്തുകൂടി മാനുകൾ ഇങ്ങനെ ഓടണത് നമുക്ക് കാണാൻ പറ്റും. ഫാമിലിയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണുള്ളത്. നമ്മൾ വേറെയുള്ള റിസോർട്ടുകളൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ഫാൻസി ടൈപ്പിലാണ് ഇവിടുത്തെ കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻസും കാര്യങ്ങളും ഒക്കെ. പക്ക ഒരു ഫോറസ്റ്റിനകത്തുള്ള പ്രോപ്പർട്ടിയാണ്. ജംഗിൾ ബംഗ്ലോസ് എന്ന് പറയുന്ന കാറ്റഗറിയാണ് ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് കാറ്റഗറി. ഈ ഒരു സ്റ്റാർട്ടിംഗ് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു അക്കോമഡേഷൻ എന്നുള്ള ഒരു പർപ്പസിൽ നോക്കുന്നവരാണെങ്കിൽ അവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ്. അപ്പം ജംഗിൾ ബംഗ്ലോസ് എന്താ പറയുക, ചെറിയ റൂംസ് ആണ് കേട്ടോ, വലിയ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റൂമല്ല. ദെൻ നിങ്ങൾക്ക് കുറച്ചും കൂടി സ്പേഷ്യസ് ആയിട്ട് ഒരു പ്രൈവറ്റ് കോട്ടേജ് പോലെയുള്ള റൂംസ് ആണ് നോക്കുന്നതെങ്കിൽ ബൈസൺ കോട്ടേജ് എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ട്. കുറച്ചും കൂടി സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. ഇതാണ് ഈ ഒരു റൂമിൻ്റെ ടോട്ടൽ ഒരു ഇൻറ്റീരിയർ വരുന്നത്. ദെൻ നമ്മൾ ഈ ഒരു റൂമിൻ്റെ ടോയ്ലറ്റ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് ഇതാണ് ഈ ഒരു റൂമിൻ്റെ ടോയ്ലറ്റ് സ്പേസ്. ടോയ്ലറ്റ് സ്പേസ് ആണെങ്കിലും അത്യാവശ്യം നല്ല വലുപ്പമുള്ള ടോയ്ലറ്റ് സ്പേസ് ആണ്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് കാറ്റഗറി ജംഗിൾ ലോഡ്ജ് എന്ന് പറയുന്ന കാറ്റഗറിയാണ്. ഈ ഒരു ജംഗിൾ ലോഡ്ജ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമുക്ക് 2 ടൈപ്പ് റൂംസ് ഉണ്ട്. ഇത് 4 പേർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന റൂമാണ്. 4 പേർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബങ്കർ ബെഡ് ടൈപ്പ് ഒരു റൂമും കൂടി ഉണ്ട്. അപ്പോൾ ഈ ഒരു എക്സ്ട്രാ ബെഡ് ഇടാണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബങ്കർ ബെഡിൽ സ്റ്റേ ചെയ്യാൻ പറ്റും. ഒരു ഫാമിലി ഓഫ് 4 അഡൽറ്റ്സ് ഓർ 5 അഡൽറ്റ്സ് ഒക്കെ വരുവാണെങ്കിൽ ഈസി ആയിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ നമുക്കിവിടെ 2+1 ഉണ്ട്. അതായത് ഒരു ഡബിൾ ബെഡും ഒരു സിംഗിൾ ബെഡും കൂടിയുള്ള ജംഗിൾ ലോഡ്ജ് റൂംസ് ഉണ്ട്. അപ്പോൾ ജംഗിൾ ലോഡ്സിൽ നമുക്ക് എന്താ പറയുക, ഈ ഒരു 2 കാറ്റഗറിയാണ് വരുന്നത്. ദെൻ നമുക്കിനി നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഇവിടുത്തെ ടോപ്പ് പ്രീമിയം കാറ്റഗറി റൂമാണ്. അതൊരു ഇൻഡിപെൻഡൻറ്റ് കോട്ടേജ് ടൈപ്പ് തന്നെ വരുന്ന റൂമാണ്. പക്ഷേ ഒരു ബ്ലോക്കിൽ നമുക്ക് 4 റൂംസ് ഉണ്ട്. അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ 2 റൂമും ടോപ്പ് ഫ്ലോറിൽ 2 റൂമും. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലെ റൂംസ് ആണിത്. ഗ്രൗണ്ട് ഫ്ലോറിലെ റൂമിലേക്ക് വരുന്ന സമയത്ത് ഒരു സൈഡിലായിട്ട് ചെറിയൊരു ലിവിങ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദെൻ സൈഡിലായിട്ട് നമുക്ക് ഇതേപോലെ വന്നിരിക്കാൻ പറ്റുന്ന സ്പേസുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു റൂമിലുണ്ട്. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോർ റൂം. ദെൻ നമ്മൾ അപ്സ്റ്റെയർ റൂം നോക്കുന്ന സമയത്ത് ഇത്രയും സ്പേഷ്യസ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സ്പേസ് എന്താ പറയുക നമുക്ക് ഫസ്റ്റ് ഫ്ലോർ റൂംസിലേക്ക് ഉണ്ടാവത്തില്ല. ഈ ഒരു റൂമിലാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. ഇതാണ് ഈ ഒരു റൂമിൻ്റെ ടോയ്ലറ്റ് സ്പേസ് ആണെങ്കിൽ റൂം പോലെ തന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് സ്പേസും കൂടിയാണ്. ഓക്കെ, ഫസ്റ്റ് ഫ്ലോർ റൂമിലേക്ക് വരുന്ന സമയത്ത് ഇതുപോലെയൊരു ബാൽക്കണി സ്പേസ് ഉണ്ട്. നമുക്ക് ആ ഒരു ബാൽക്കണി സ്പേസിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണ്. ഇതുണ്ടോ, നല്ല വലിയൊരു ബാൽക്കണി സ്പേസ് ആണ്. പക്ഷേ ഈ ഒരു ബാൽക്കണി സ്പേസ് എന്താ പറയുക നമുക്ക് കോമൺ ആണ് കേട്ടോ. നെക്സ്റ്റ് അപ്പുറത്തുള്ള റൂമുകളിലെ ആൾക്കാരും ജസ്റ്റ് അവിടെ വന്നിരിക്കും. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഫ്ലോറിലെ റൂമിൻ്റെ ഒരു ഇൻറ്റീരിയർ ഇൻസൈഡ്. നമ്മൾ താഴത്തെ റൂമുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് ചെറിയ റൂമാണ്. പക്ഷേ ആ ഒരു സ്പേസ് കംപ്ലീറ്റ് നമുക്ക് എന്താ പറയുക ഈ ഒരു ബാൽക്കണി സ്പേസിൽ ഇവർ തന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ വന്നിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ഈവനിങ് ടൈമിലൊക്കെ രാവിലെ പിന്നെ നമ്മളെന്താ പറയുക നോർമലി എല്ലാവരും എണീക്കുമ്പോൾ 8 മണി 9 മണി ആവണത് കൊണ്ട് രാവിലത്തെ കാര്യം ഞാൻ പറയണില്ല. ഞാൻ എണീക്കാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇവിടുത്തെ പൂളാണെങ്കിലും അത്യാവശ്യം നല്ല വലുപ്പമുള്ള പൂളാണ്. ഒരു സ്പ്രെഡായിട്ട് കിടക്കുന്ന ഒരു പൂളാണ്. ഇങ്ങേയറ്റം തൊട്ടിട്ട് അങ്ങേയറ്റം വരെ നമുക്ക് പൂളും ഉണ്ട് കേട്ടോ. ദെൻ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് സ്പേസ് ആണ്. ഫുഡും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ഫുഡാണ് കേട്ടോ. പിന്നെ നമ്മൾ കേരളത്തിൽ നിന്ന് വന്നിട്ട് ഇവിടെ നിന്ന് കഴിക്കുന്ന സമയത്ത് കേരള സ്റ്റൈലിലുള്ള ഫുഡ് എന്തായാലും കിട്ടത്തില്ല. ഓഫ് കോഴ്സ് ഇത് ഇവിടുത്തെ ബാർ സ്പേസ് ആണ്. ബാർ സ്പേസിലാണെങ്കിൽ ഒരു ഓപ്പൺ സ്പേസും കാര്യങ്ങളൊക്കെയാണ്. ദെൻ നമുക്ക് ഇവിടെ അത്യാവശ്യം ആക്ടിവിറ്റീസ് ഉണ്ട്. കിഡ്സ് പാർക്കും ഉണ്ട്. ഇൻഡോർ ഔട്ട്ഡോർ ഗെയിംസും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്ക് കളിക്കാനായിട്ട് അത്യാവശ്യം നല്ലൊരു ഏരിയ ഇവരെന്താ പറയുക മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഒരു ഈവനിങ് വൈബാണ്. നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ എൻഡിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഇഷ്ടം പോലെ മാനുകൾ കൂട്ടത്തോടെ വന്ന് നിൽക്കുന്നത് കാണാൻ പറ്റും. വൈകുന്നേരം ഇങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ നമ്മുടെ റൂമിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താ പറയുക മാനുകളെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയിൽ വന്നിട്ട് സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഇങ്ങോട്ട് വരുന്നവർ എന്താണെങ്കിലും ബന്ദിപ്പൂർ സഫാരി ബുക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് അത്യാവശ്യം എലഫൻറ്റ് സ്പോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു സഫാരിക്ക് പോയ സമയത്ത്. അപ്പം നിയർ ബൈ ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. സഫാരി നിങ്ങൾ എന്താ പറയുക ഓൺലൈനിൽ ബുക്ക് ചെയ്യണതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഫോറസ്റ്റിനകത്ത് സ്റ്റേ അന്വേഷിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ബെസ്റ്റ് അവൈലബിൾ റേറ്റിൽ നമ്മളെ വിളിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടി ബുക്ക് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. നമ്മൾ ബന്ദിപ്പൂർ വേറെയും പ്രോപ്പർട്ടീസ് ചെയ്യാറുണ്ട്.
പക്ഷേ ഇത്രയും ആംബിയൻസ് ഉള്ള ഇത്രയും റൂംസ് ഉള്ള ബന്ദിപ്പൂരിലുള്ള ഒരേ ഒരു പ്രോപ്പർട്ടി ഇത് തന്നെയാണ്, കൺട്രി ക്ലബ്ബ് തന്നെയാണ്. അപ്പോൾ ബുക്കിങ്ങിനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പുതിയൊരു ഡെസ്റ്റിനേഷനിൽ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും ബൈ. താങ്ക് യു.